A and B are two organic compound with a different functional group and having same molecular formula C3H8O. അപ്പോൾ ഐസോമെറിസത്തിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രണ്ട് കോമ്പൗണ്ടുകളുണ്ട്, അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. അതായത് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഐസോമറുകളുണ്ട്, പക്ഷേ രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല C3H8O ആണെങ്കിൽ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് എ ഏവിങ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ അതിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആളുടെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. കാർബൺ എത്രയെണ്ണം ഉള്ളത്? 3 എണ്ണമാണ് ഉള്ളത്. ഹൈഡ്രജൻ 8ഉം ഓക്സിജൻ 1ഉമാണ് ഉള്ളത്. ബേസിക്കലി നിങ്ങൾ ആലോചിക്കുക, ഓക്സിജൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ CH3 CH2 CH3 അല്ലേ, ഒരു മെത്ത് പ്രൊപ്പൈനാണ് നോർമലി. അപ്പോൾ പ്രൊപ്പൈനിലെ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്തേക്കുകയാണ്, മാറിയിട്ട് ഒരു OH വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് കിട്ടുന്നത് അല്ലേ. 3 കാർബൺ ഉള്ള ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ മെത്ത് പ്രൊപ്പൈൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രൊപ്പൈൻ്റെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പൈനിലേക്ക് എന്ത് വന്നേക്കാണ്? OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നേക്കാണ്. എങ്ങനെ വരും? ഒരു ഹൈഡ്രോജനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? ഈ പറയുന്ന ആര് വരുന്നത്? OH എന്ന് പറയുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്ന് ചേരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാർബൺ 3 എണ്ണം ഉണ്ട്, ഹൈഡ്രോജൻ 3, 2, 5, 1, 6, 1, 7 അല്ലേ. എന്താണ് 1, 6, 1, 7? ഇവിടെ 2 കൂടെ കൊടുക്കണം. ഓക്കെ ആയി, നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ആളെ കിട്ടി. അടുത്ത് ചോദിച്ചേക്കുന്ന റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ബിയുടെ സ്ട്രക്ചർ ഫോർമുല ചോദിച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഈ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഇവൻ്റെ ഫങ്ഷണൽ ഐസോമറായിട്ട് എപ്പോഴും വരുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പായിരിക്കും. ഇത് നിങ്ങളങ്ങ് പഠിച്ച് തന്നെ വെച്ചേക്കുക. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ യൂസ് വരും. ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആൾക്കാരുടെ ഫങ്ഷണൽ ഐസോമറായിട്ട് വരുന്ന എപ്പോഴും എന്തായിരിക്കും? ആൽക്കോക്സി ആയിരിക്കും. ഹൈഡ്രോക്സിയുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആരായിരിക്കും? ആൽക്കോക്സി ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് വരാൻ സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു OR. നമ്മളങ്ങനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽക്കോക്സിയെ? ഓയും ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഒരു ആറും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കൈനും ഒരു ഓക്സിജനും ആൽക്കോക്സി ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ ഒരു ആൽക്കോക്സി വന്നൊരു ചെയിനിലോട്ട് ചേരുകയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് ഒരെണ്ണം വരയ്ക്കാം. CH3 ഒരു ഓക്സിജൻ, അപ്പുറത്ത് എന്തുണ്ട്? CH2, അതുപോലെ ഒരു CH3. നോക്കിയേ, കാർബണിൻ്റെ എണ്ണം 3, ഹൈഡ്രജൻ 3, 3, 6, 6, 2, 8 ഒരു ഓക്സിജൻ കിട്ടുന്നുണ്ട്. സോ ഇതാണ് എന്താ പറയുക ഫങ്ഷണൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇവിടുന്ന് ഞാൻ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ കണ്ടതാണ്, പല ചോദ്യ പേപ്പറുകളിലും ഈ ഹൈഡ്രോക്സിലിൻ്റെ ഫങ്ഷണൽ ഐസോമറായിട്ട് വരുന്ന ആര് എന്ന രീതിയിൽ ചോദ്യങ്ങൾ പലതവണ വരാറുണ്ട്. പെട്ടെന്ന് ആലോചിച്ച് കിട്ടാത്തത് കൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ടിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് എഴുതി വെച്ചോളാം. IUPAC നെയിം ഓഫ് ബിയുടെ IUPAC നെയിം എഴുതാൻ പറഞ്ഞേക്കുകയാണ്. നമുക്കറിയാം ആൽക്കോക്സി ഗ്രൂപ്പുകളുടെ ജനറൽ നെയിം എന്താണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. അതിൽ ചെറിയ ആൾക്ക് എപ്പോഴും ആൽക്കോക്സി എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ മീഥെയിൻ ആണുള്ളത്, അപ്പോൾ മെതോക്സി. അത് കഴിഞ്ഞുള്ളത് എന്താണ്? ഈഥൈൻ. അപ്പോൾ പേരെന്താണ്? മെതോക്സി ഈഥൈൻ ആണ് പേര്. അപ്പോൾ നിങ്ങൾ പേര് വന്നതൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യമേ, ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇത് വന്ന് കണ്ടാൽ മതി. അല്ല നമുക്ക് ഓരോ റൂൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് എ. ഇവൻ്റെ ഒരു പൊസിഷൻ ഐസോമർ എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാർബൺ ഇരിക്കുന്നെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? CH3 CHOH, ഇവിടെ എന്തുവാണ്? CH3 എന്ന് വരും. ഇതാ കണ്ടോ, ഈ കാണുന്നത് ഇതാണെന്താ അതിൻ്റെ ഒരു പൊസിഷൻ ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമറിസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് പരീക്ഷയ്ക്ക് വരും. ഓക്കെ ആണല്ലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3COOH ഈസ് ദ കണ്ടൻസ്ഡ് ഫോർമുല ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്. ശരി, ടു വിച്ച് കാറ്റഗറി ദസ് ദിസ് കോമ്പൗണ്ട് ബിലോങ്? ഇത് ഏത് കാറ്റഗറി വരും? ആൽക്കഹോൾ ആണോ, ഈതർ ആണോ, എസ്റ്റർ ആണോ, ആസിഡ് ആണോ? നമുക്കറിയാം COOH എന്ന് വെച്ചാൽ കാർബോക്സിലിക് ആസിഡ് എന്നാണ്. സോ ഏതിൽ വരും? ആസിഡിൽ വരും. അതിൻ്റെ IUPAC നെയിം എഴുതാൻ ചോദിച്ചേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഒരു മീഥെയിനും ഒരു COOH അല്ലേ, അപ്പോൾ എന്തുവാ നമ്മൾ പറയുന്നത്? മെത്തനോയിക് ആസിഡ് എന്ന് എഴുതാൻ നിങ്ങളുടെ മനസ്സ് പറയും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും കാർബണുകളെയാണ് എണ്ണേണ്ടത്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഉള്ള കാർബൺ ആണെങ്കിലും അവനെ എന്ത് ചെയ്ത് വിട്ട് കളയരുത്. സോ ഇവിടെ 2 എണ്ണമാണ് ഉണ്ട്. അപ്പോൾ മെത്ത് എത്താണ്. അപ്പോൾ എന്താണ്? മെത്ത് എത്താണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും പേര്? മെത്ത് എത്ത് അല്ലെങ്കിൽ മീഥെയിൻ ഈഥെയിൻ. ഈഥെയിൻ്റെ മാറിയിട്ട് എന്ത് വരും? ഓയിക് ആസിഡ് വരും. അപ്പോൾ എന്ത് വരും പേര്? എത്തനോയിക് ആസിഡ് എന്ന് വരും. സോ ഒന്നാമത്തത് ആസിഡാണ്, രണ്ടാമത് എത്തനോയിക് ആസിഡാണ് പേര്. മൂന്നാമത് എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. അല്ലെ എത്തനോയിക് ആസിഡിൻ്റെ ഒരു യൂസ് ആണ്. ഡൈല്യൂട്ടഡ് എത്തനോയിക് ആസിഡ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? വിനാഗിരി ആയിട്ട് ഉപയോഗിക്കും. നമ്മൾ അവസാനം പഠിപ്പിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
സർട്ടൻ ഫാക്ട് റിഗാർഡിങ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ആർ ഗിവൺ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. There are only single bond between the carbon atom. It is an alicyclic compound. കൊള്ളാം. അപ്പോൾ നമ്മൾ alicyclic compound എന്നൊരു സിമ്പിൾ ചോദ്യം വന്നേക്കുവാണ്. 4 കാർബൺ ഉള്ള ഒരു ആലിസൈക്ലിക് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇവിടെ എത്രയുണ്ട്? 4 കാർബൺ ഉണ്ടാവും. തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സിംഗിൾ ബോണ്ടിൽ ആയിട്ടുണ്ടാവും. ഇതാണ് ബേസിക് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായിരിക്കും? ഇവിടെയും ഓരോ ഹൈഡ്രജൻ വന്നിട്ടുണ്ടാകും അല്ലേ? ഇവിടെയും ഓരോ ഹൈഡ്രജൻ വന്നിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ? ഇതായിരിക്കും ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങളിവിടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് വരച്ചു. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. കാർബൺ 4, ഹൈഡ്രജൻ എത്ര? 2, 4, 6, 8. അപ്പോൾ C4H8. റൈറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ആൽക്കീൻ വിത്ത് സെയിം സെയിം മോളിക്കുലാർ ഫോർമുല വരുന്ന ഒരു ആൽക്കീനിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഡബിൾ ബോണ്ട് ആണ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇതാ നോക്കാം. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയും. കണ്ടോ? ഇതാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാർബൺ 4 എണ്ണം. ആലി സൈക്ലിക് നമുക്കറിയാം, നമ്മൾ 3ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആലി ഫാറ്റിക്, ആലി സൈക്ലിക്, ആരോമാറ്റിക്. അപ്പോൾ അവിടെ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്നും മുൻവർഷത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ആലി സൈക്ലിക് ആയതുകൊണ്ട് 4 കാർബൺ തമ്മിൽ റിങ് പോലെ ആയിരിക്കും. ബാക്കി ബാലൻസിൽ ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. കാർബണിൻ്റെ എണ്ണം 4, ഹൈഡ്രജൻ്റെ എണ്ണം 8. അങ്ങനെ വരുന്ന ഒരു എന്താണ്? ആൽക്കീൻ. ഡബിൾ ബോണ്ട് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആൽക്കീൻ വരുമ്പോൾ നമുക്കറിയാം കാർബൺ 1, 2, 3, 4. ഡബിൾ ബോണ്ട് നമ്മൾ എവിടെയെങ്കിലും അങ്ങ് കൊടുക്കുക. അപ്പോൾ ഡബിൾ ബോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. 1, 2, 3. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? CH2. ഇവിടെ എന്താണ്? CH3. കണ്ടോ? ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഇങ്ങനെ എഴുതാൻ അറിയാത്തൊരു ആലോചിച്ചാൽ മതി. കാർബണിൻ്റെ ബാലൻസ് 4. ഇവിടെ നമുക്ക് അറിയാം ഡബിൾ ബോണ്ട് പോയി. പിന്നെ എത്രയാണുള്ളത്? 2 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ CH2 വന്നിട്ടത് ആദ്യത്തെ കേസിൽ. കണ്ടോ? 2 ഇട്ടത്. കണ്ടോ? ഞാനത് കൊടുക്കാതെയാണ് വിട്ടത്. അപ്പോൾ എപ്പോഴും കാർബണിൻ്റെ 4 വാലൻസി സാറ്റിസ്ഫൈഡ് ആയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആയിട്ടില്ലെങ്കിൽ അതനുസരിച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് ആൻ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൻ. ഒരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എന്തുവാണെന്ന് അല്ലേ? എന്താണിത്? ഇതെന്തുവാണിത്? ബെൻസീൻ റിംഗ് ആണ്. എന്തുവാണത്? ബെൻസീൻ റിംഗ് ആണ് ഈ തന്നിട്ടുള്ളത്. നമ്മൾ ബെൻസീൻ ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മളൊരു 3 എണ്ണമാണ് പഠിച്ചത് അല്ലേ? ബെൻസീന്, പിന്നെ ഏതൊക്കെ പഠിച്ചു? ഫീനോൾ പഠിച്ചു അല്ലേ? വേറെ ആകെ 3 സ്ട്രക്ചർ നമ്മൾ ആരോമാറ്റിക്കലി ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പഠിച്ചത് തന്നെയാണ് ഇത്. എന്താ? ഒരു ബെൻസീൻ റിംഗ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ബെൻസീൻ റിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് അല്ലേ? മോളിക്കുലർ ഫോർമുല എന്ന് വെച്ചാൽ എത്ര മോളിക്യൂൾ ഉണ്ട്? കാർബണിൻ്റെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 6 ആയിരിക്കും. ഹൈഡ്രജൻ എണ്ണം എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇതൊക്കെ നോട്ടിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ. ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ ഗിവൺ ഹൈഡ്രോ കാർബൺ. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മോളിക്കുലർ ഫോർമുല എന്ന് വെച്ചാൽ എത്ര മോളിക്യൂൾ ഉണ്ട്? കാർബൺ എന്ന് പറയുന്നത് ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7 അല്ലേ? കാർബൺ 7 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ എത്രയാണ്? 3, 2, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഹൈഡ്രജൻ 16 എണ്ണം ഉണ്ട്. ഹൗ മെനി കാർബൺ ആറ്റം ആർ ദെയർ ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ നമ്മൾ ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. നോക്കാവുന്നില്ല. ഇത് തന്നെയാണ് എന്ത്? ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. എത്രയുണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. നെയിം ദ ബ്രാഞ്ച് പ്രസൻറ്റ്. ഇവിടെയുള്ള ബ്രാഞ്ച് ഏതാ? അല്ലെ എന്താണ്? മീതൈൽ ബ്രാഞ്ചാണ് ഉള്ളത് അല്ലേ? METHYL എന്ന്. CH4 എന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞു. മീതൈലാണ് ഇവിടെ ഉള്ളത്. IUPAC നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഇവിടെ നമ്മൾ നമ്പർ ഇട്ടു. 1, 2, 3. തിരിച്ചാണ് നമ്പർ ഇടണമെങ്കിൽ 1, 2, 3, 4 വരും. സോ 3 മതി. അപ്പോൾ എന്താണ്? 3 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു മീതൈൽ ഗ്രൂപ്പുള്ള 6 എണ്ണം ആകുമ്പോൾ എന്തായിരിക്കും? ഹെക്സൈൻ ആയിരിക്കും. അപ്പോൾ 3 മീതൈൽ ഹെക്സൈൻ ആണ് ഈ പറയുന്ന ചെയിൻ്റെ പേരെന്ന് പറയുന്നു. കണ്ടോ? C7H16. 6 കാർബൺ ആറ്റം ഉണ്ട്. മീതൈൽ ഗ്രൂപ്പാണ് വന്നു ചേർന്നിട്ടുള്ളത്. പേര് 3 മീതൈൽ ഹെക്സൈൻ എന്ന് ആണ്. അടുത്ത ചോദ്യം നോക്കാം. എക്സാമിൻ ദ ഫോളോയിങ് കോമ്പൗണ്ട് ആൻഡ് ആൻസർ. ഈ പറയുന്നതിന് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഐസോമറിക് പെയറുകൾ ഇതിൽ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഐസോമറിക് പെയർ എന്ന് വെച്ചാൽ പലതരം ഐസോമറുകളുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ചെയ്യേണ്ടത് എന്താണ്? ഇത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, നേരെ എടുക്കുക, ഇത് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കാർബണിൻ്റെയും അതിനകത്ത് കാണുന്ന ആൾക്കാരുടെ നമ്പർ എഴുതി പോവുക. എന്നിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റിനകത്താണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എത്രയുണ്ട്? 6 ഉണ്ട്. ഒരു ഓക്സിജൻ ഉണ്ട്. രണ്ടാമതിലാണെങ്കിൽ 1, 2, 3, 3 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയുണ്ട്? 3, 2, 5, 5, 6, 7, 8,
പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പോകുമ്പോൾ ഒരേ നമ്പർ വരുന്ന ആൾക്കാർ എന്തായാലും ഐസോമറിക് പെയറുകൾ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആരൊക്കെയുണ്ട്. വേണം എഴുതി തന്നെ പോവാം. കാർബൺ 1 2 3, ഹൈഡ്രജൻ 3 3 6, 1 7 1 8, പിന്നെ ഒരു ഓക്സിജൻ. അപ്പോൾ C3H8 ഇതാ കണ്ടോ. അപ്പോൾ 2ഉം അതുപോലെ തന്നെ 3യും എന്താണ്, ഐസോമറുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. ലാസ്റ്റത്തെ നോക്ക്, കാർബൺ എത്ര 2, ഹൈഡ്രജൻ എത്ര 3 4 5 1 6, ഓക്സിജൻ ഇതാ കണ്ടോ. ഇവനും എന്താണ്, ഐസോമറിക് പെയറുകളാണ്. മോളിക്കുലാർ ഫോർമുല എഴുതിയിടും. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറൻറ്റ് സ്ട്രക്ചർ. അപ്പോൾ 1 4 2 3, 1 4 2 3 ആണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് CH3O CH3 എന്നതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ അപ്പുറത്തുപ്പുറത്ത് വരുമ്പോഴത്തേക്കും അതിൽ ഒരു ഓക്സിജൻ എന്ന് പറയുന്നതും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുമിച്ചായിരിക്കും. നമ്മൾ OR എന്നാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ആൽക്കോക്സി എന്നാണ് അല്ലേ. എന്തുവാണ്? ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ്. നമ്മളതിൻ്റെ കോമൺ നെയിമായിട്ട് എന്ത് വിളിക്കും? ഈതർ എന്നും പറയും. സ്യൂട്ടബിൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ ചോദിച്ചേക്കാണ്. OH എന്ന് വെച്ചാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ COOH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്നൊക്കെയാണ് നമ്മളതിനെ പറയുന്നത്. കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ആൻസർ താഴെയുണ്ട്. ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. കണ്ടോ ചോദ്യങ്ങൾ വരുന്ന രീതി. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ വെറുതെ എടുത്തിട്ടേക്കുന്നല്ല. ഇതെല്ലാം എന്താണ്, മുൻവർഷ ചോദ്യങ്ങളാണ്. വീണ്ടും സെയിം ടൈപ്പ് ചോദ്യം കണ്ടോ. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് ഐസോമേഴ്സ് ആൻഡ് നെയിം ദ ഐസോമറിസം. ഐസോമറിസം കണ്ടെത്തുക. നേരത്തെ പോലെ ചെയ്താൽ മതി. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ്റെയും എണ്ണം എഴുതി പോകുക എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ജോലി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നോക്കിയേ, CH3 CH2 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 CH3. കാർബണിൻ്റെ എണ്ണം എത്ര? 1 2 3 4 5 5 കാർബൺ. ഹൈഡ്രജൻ എണ്ണം എത്ര? 3 2 5 5 2 7 8 9 10 11 12 എണ്ണം വരും. ഇവിടെ അതേപോലെ വരുന്ന ആരുണ്ടായിരിക്കും? കാർബണിൻ്റെ എണ്ണം 5 എണ്ണം വരുന്നത്. കാർബൺ 5 എണ്ണത്തോളം എന്ത് ചെയ്യണം? വരണം. നമുക്ക് നോക്കിയേ, കാർബണിൻ്റെ എണ്ണം 1 2 3 4 5. ഇവിടെ കാർബണിൻ്റെ എണ്ണം എത്രയുണ്ട്? 5 ഉണ്ട്. ഹൈഡ്രജൻ എത്രയുണ്ട്? 3 3 6 6 6 12 അല്ലേ, 12. C5H12. ഇവന്മാർ രണ്ടും ഐസോമറുകളായിരിക്കും. എന്താ ടൈപ്പ് ഐസോമർ ആയത്? കാർബണിൻ്റെ എണ്ണം വേറെ ആരുമില്ല, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ അല്ലേ. എങ്കിൽ വരുന്ന ഐസോമറിസം ഏതായിരിക്കും? അത് ചെയിൻ ഐസോമറിസം ആയിരിക്കും. അതേതായിരിക്കും? ചെയിൻ ഐസോമറിസം അല്ല. കാർബൺ ചെയിനിൽ വരുന്ന വ്യത്യാസം. സോ ദാറ്റ് ഈസ് കോൾഡ് ചെയിൻ ഐസോമറിസം ആണ് A ആൻഡ് D എന്ന് പറയുന്നത്. അതുപോലെ Bയും Eയും ആണ് അടുത്ത് വരണം. Bയും Eയും. എങ്ങനെ Bയും Eയും എന്ന് മനസ്സിലായി? നമുക്ക് നോക്കിയപ്പോൾ നമ്മൾ എന്ത് എഴുതി? CH3 CH2 CH2 CH2OH എണ്ണം എടുത്താൽ മതി. CH3 CH2O CH2 CH3. ഒരിടത്ത് OH, ഞാൻ നേരത്തെ ചാപ്റ്റർ ഫസ്റ്റ് ക്വസ്റ്റിന് പറഞ്ഞാണ്. ഒരിടത്ത് OH മറ്റൊരിടത്ത് O. എന്തായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസം? സോ ദേ ആർ ഫങ്ഷണൽ ഐസോമർ. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനകത്തുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം എടുത്താൽ അത് രണ്ടും സെയിം ആയിരിക്കും. സോ ദീസ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ഐസോമർ ഇവിടെ ആണെങ്കിൽ ഹൈഡ്രോക്സിലും ഇവിടെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പുമാണ് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണം എഴുതണം. ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഓരോന്നിൻ്റെ എണ്ണം എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ചാടിക്കയറി ഉത്തരവൊന്നും എഴുതാൻ നിൽക്കേണ്ട. ഓരോന്നിൻ്റെ എണ്ണം എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചെയിൻ തന്നിട്ടുണ്ട്. പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പൊസിഷൻ നമ്പർ എപ്പോഴും വരേണ്ടത് എന്തായിരിക്കണം? സ്മോളസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ എണ്ണി തുടങ്ങുന്നത്. 2 ആണ് അപ്പോൾ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. ബ്രാഞ്ചിൻ്റെ പേര് എന്താണ്? CH3 ആണ്. അപ്പോൾ എന്തായിരിക്കും? മീതൈൽ എന്നായിരിക്കും അതിന് നമ്മൾ വിളിക്കുന്നത്. IUPAC നെയിം എന്തായിരിക്കും? 2 എന്ന് പറയുന്നിടത്ത് മീതൈലുള്ള 2 എന്ന് പറയുന്നിടത്ത് മീതൈലുള്ള ഒരു പെൻറ്റെയിൻ. അപ്പോൾ പേരെന്തായിരിക്കും? 2 മീതൈൽ പെൻറ്റെയിൻ. തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇതാ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ ഹൈഡ്രോകാർബൺ. ഒരു ഹൈഡ്രോകാർബണിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C4H10 ആണെങ്കിൽ അതൊരു ബ്രാഞ്ചഡ് ചെയിൻ കോമ്പൗണ്ട് ആണെങ്കിൽ, ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു മീതൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാർബൺ 1 2 3 ബ്രാഞ്ചഡ് ചെയിനാണ്. കാർബൺ എണ്ണം 4 ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പ്രൊപ്പൈനാണ്. പ്രൊപ്പൈനകത്ത് എവിടെയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ബ്രാഞ്ച് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ചാൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇവിടെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവിടെ എത്ര? കാർബണിൻ്റെ CH3, ഇവിടെയും CH3. ഇവിടെ എത്ര? 1 2 3 പോയി. അപ്പോൾ H. ഇവിടെ ആണെങ്കിലോ CH3. ഇതാ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു എന്ത് വരുന്നത്? ചെയിൻ എന്ന് പറഞ്ഞത് വരുന്നത് അല്ലേ. 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഒരു മീതൈൽ ഗ്രൂപ്പ്. പേരെന്തായിരിക്കും? 2 എന്ന് പറയുന്ന പൊസിഷനിൽ മീതൈൽ ഗ്രൂപ്പുള്ള മെത്ത് പ്രൊപ്പൈൻ. ബ്യൂട്ടൈൻ അല്ല, പ്രൊപ്പൈൻ. ഓക്കെ,
2 മീഥൈൽ പ്രൊപ്പൈൻ ആണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ് പേരെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടൈൻ എന്ന് കിടക്കുകയാണ്, വെട്ടി പ്രൊപ്പൈൻ ആയിക്കൊള്ളണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. CH3 CH2 CH2OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നിങ്ങൾക്കറിയാം എന്താണ് പേര്, ഹൈഡ്രോക്സിൽ എന്നാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര്. IUPAC നെയിം എന്തായിരിക്കും, ഒന്നാമത്തെ പൊസിഷനിലാണ് OH ഉള്ളത് അല്ലേ. 1 2 3 നമ്പർ പോവും, ഒന്നാമത്തെ പൊസിഷനിലാണ് OH ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും, മെത്ത് പ്രൊപ്പൈൻ എന്ന് നമ്മൾ പേര് കൊടുക്കും അല്ലേ. എന്താണ്, പ്രൊപ്പൈൻ എന്ന പേര് കൊടുത്തിട്ട് അവസാനത്തെ എന്ത് പറ്റും, ഈ മാറ്റിയിട്ട് എന്ത് കൊടുക്കും, ഒന്നാമത്തെ പൊസിഷനിൽ ഓൾ, പ്രൊപ്പനോൾ എന്ന് കൊടുക്കും. എന്ത് കൊടുക്കും, പ്രൊപ്പൻ 1 ഓൾ എന്നോ പ്രൊപ്പനോൾ എന്നോ നിങ്ങൾക്ക് പറയാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. വീണ്ടും ഒരു തന്നിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതെന്നാണ്. Oയും CH അപ്പുറത്ത് വരും നമുക്കറിയാം. അത് OR എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് അല്ലേ. എന്തുവാണത്, OR എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് എന്താണ്, ഒരു ഓക്സിജനും ഒരു ആൽക്കീനും. അപ്പോൾ ആൽക്കോക്സി, ഇതുമാണ് ആൽക്കോക്സി എന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര്. വാട്ട് ആർ ദ കോമ്പൗണ്ട്സ് വിത്ത് ദ ഗിവൺ ഫങ്ഷണൽ ഗ്രൂപ്പ് കോമൺലി കോൾഡ്. ഇങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് OR എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന കോമ്പൗണ്ടുകളെ കോമൺലി വിളിക്കുന്ന പേരാണ് ഈതർ. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് ഫങ്ഷണൽ ഐസോമർ. ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുക. വീണ്ടും വന്നു ആൽക്കോക്സി വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് ആൽക്കോക്സി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും എന്തായിരിക്കും, ഒരു ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, 1 2 3 കാർബൺ വരുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് പ്രൊപ്പനോളാണ്. സോ നമ്മളൊരു പ്രൊപ്പനോളിൻ്റെ സ്ട്രക്ചർ വരച്ചു വയ്ക്കുക, പേര് പ്രൊപ്പനോൾ. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ആൽക്കോക്സിയുടെ ഫങ്ഷണൽ ഐസോമർ ആൽക്കഹോൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഈവൻ ബിലോ ഈസ് ദ ഫങ്ഷണൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ. മോളിക്കുലാർ ഫോർമുല എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 6 7 ആണ് കാർബണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. അതാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ബ്രാഞ്ചിൻ്റെ പേരെന്താണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇതിനെ കയറി അങ്ങ് ബ്രാഞ്ച് ആക്കിയ പണിപാളും. നമുക്കറിയാം ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൾ. സോ 1 2 3 4 5 6 എന്ന് പറയുന്ന ഇവനായിരിക്കും ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഇരിക്കുന്നത് 3ാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ നെയിം ദ ബ്രാഞ്ച്, ഇവനാണ് ബ്രാഞ്ച് അല്ലെ. CH3 മാത്രം വന്നതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിൻ്റെ പേരെന്തായിരിക്കും, മീഥൈൽ എന്നായിരിക്കും. എന്തായിരിക്കും, മീഥൈൽ എന്നായിരിക്കും. IUPAC നെയിം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 3 എന്ന് പറയുന്ന പൊസിഷനിൽ എന്താണ്, ഒരു മീഥൈലുള്ള എന്താണ്, ഹെക്സൈനാണ്. ഓക്കെ, 6 എണ്ണമാണ്. അപ്പോൾ ഹെക്സൈനാണ് നമ്മുടെ പേരെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ പരിശോധിക്കുക. ഓക്കെ, മലയാളം മീഡിയം ചോദ്യമാണ് കിട്ടിയത്. ഐസോമറുകൾ ജോഡികൾ കണ്ടെത്തുക. ഇതിൽ ഐസോമർ പെയറുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ എന്ത് ചെയ്യണം, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം എഴുതുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പണിയെന്ന് പറയുന്നത്. 1 2 3 4 5. കാർബണിൻ്റെ എണ്ണം 5. ഹൈഡ്രജൻ എത്ര, 3 2 5 6 7 8 9 10 11 12. അതുപോലെ ഇവൻ്റെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എത്രയായിരിക്കും, 1 2 3 കാർബൺ. ഹൈഡ്രജൻ്റെ എണ്ണം എത്രയായിരിക്കും, 3 4 5 6 7 8 ഒരു ഓക്സിജൻ. അതുപോലെ ഇവിടെ എത്രയായിരിക്കും, ഇവിടെ എന്തായിരിക്കും, കാർബണിൻ്റെ എണ്ണം എത്ര, 1 2 3 കാർബണിൻ്റെ എണ്ണം 3. ഹൈഡ്രജൻ എണ്ണം എത്രയായിരിക്കും, 3 2 5 6 7 പിന്നെ ഒരു ക്ലോറിൻ. ഇവിടെ എത്രയായിരിക്കും, 1 2 3 കാർബണിൻ്റെ എണ്ണം 3, ഹൈഡ്രജൻ 3 4 5 6 7 8 ഒരു ഓക്സിജൻ. കാർബണിൻ്റെ എണ്ണം എത്രയാണ്, 1 2 3 4 5 കാർബൺ. ഹൈഡ്രജൻ 3 3 6 7 8 9 10 11 12. വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. C5H12 നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അടുത്ത കാർബണിൻ്റെ എണ്ണം എത്രയാണ്, 1 2 3. ഹൈഡ്രജൻ എണ്ണം 3 3 6 1 7 പിന്നെ ഒരു ക്ലോറിൻ. പറ ഐസോമറുകൾ പറ ഏതൊക്കെയാണ്. C5H12 C5H12 ഐസോമറുകളായിരിക്കും. 1 5 എന്തായിരിക്കും, ഐസോമറുകളായിരിക്കും ആണ്. C3H8O 4 2 ഐസോമറുകളാണ്. അടുത്ത C3H7Cl രണ്ടും എന്തായിരിക്കും, ഐസോമറുകളായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഈ പറയുന്ന ആൾ C5H12 വരുമ്പോൾ ചെയിൻ ഐസോമറുകളാണ് അല്ലേ. 1 ഉം 5 ചെയിൻ ഐസോമർ. 2 4 എന്തുവാണ്, 2 4 അറിയാം, ഫങ്ഷണൽ ഐസോമറുകളാണ്. അത് വീണ്ടും OHും Oയും വന്നിട്ടുണ്ട്, ഫങ്ഷണലാണ്. ലാസ്റ്റത്തെ എന്തുവാണ്,
പൊസിഷനാണ് അല്ലേ, ക്ലോറിൻ്റെ പൊസിഷനിലാണ് വന്നേക്കുന്നത്, പൊസിഷൻ ഐസോമറുകളാണ്. ഫങ്ഷണൽ ഐസോമറുകൾ ജോഡികൾ ഫങ്ഷണൽ ഏതൊക്കെയാണ്? 2, 4 ആണ് ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയുന്നത്. അവിടെ ഒന്ന് OH മറ്റടുത്ത് OR വരുന്നത്. സെയിം ചോദ്യം അല്ല, സിമ്പിൾ ചോദ്യം അടുത്ത് വരുന്നത്. ഹൗ മെനി കാർബൺ ആറ്റം ആർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ? ഇതിൽ ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5 കാർബൺ ആറ്റം ഉണ്ട്. അതെ, 5 കാർബൺ ആറ്റം ഉണ്ട്. ബ്രാഞ്ചിൻ്റെ പേര് മീഥൈൽ. പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച്, ഇവിടുന്നാണ് നമ്മളെപ്പോഴും നമ്പർ ഇടുക. എന്തുകൊണ്ടാണ്? ചെയിനിന് എപ്പോഴും ലോവസ്റ്റ് നമ്പർ വേണം. സോ 2. പേരെന്തായിരിക്കും? 2ാമത്തെ പൊസിഷനിൽ മീഥൈലുള്ള എന്താണ്? പെൻറ്റെയിൻ. അപ്പോൾ 2 മീഥൈൽ പെൻറ്റെയിൻ ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരിക്കും? ഐഡൻറ്റിഫൈ ദ ഐസോമർ. കാരണം ഐസോമർ എന്നാണ് കൂടുതലും ചോദ്യം വന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ഐസോമർ പെയർ ഇൻ ദ ഗിവൻ കോമ്പൗണ്ട്. നേരത്തെ പോലെ നിങ്ങൾ എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് 2ഉം അതുപോലെ തന്നെ 3ഉം ഇവനും ഐസോമർ കിട്ടും. എന്ത് ഐസോമർ ആണെന്ന് ചോദിച്ചു? ഫങ്ഷണൽ ഐസോമറാണ്. വീണ്ടും OHഉം Oയും കണ്ടോ, വീണ്ടും OHഉം Oയും. അപ്പോൾ OHൻ്റെ ഫങ്ഷണൽ ഐസോമർ O ആണ്. ഹൗ മെനി ഐസോമർ ആർ പോസിബിൾ ഫോർ ദ ഫസ്റ്റ് കോമ്പൗണ്ട്? ഒന്നാമത്തെ കോമ്പൗണ്ടിന് എത്ര ഐസോമറുകൾ പോസിബിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിന് ഫങ്ഷൻ ഐസോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ചെയിൻ ഐസോമർ ആണോ അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? CH3 CH3യുടെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ്? പൊസിഷൻ ചെയിൻ ഐസോമറാണ്. ചെയിൻ എങ്ങനെ മാറ്റം വരാം? ഇവൻ വന്നിട്ട് ഇവിടെ ചേരാം അല്ലേ, ഇപ്പം വന്നിട്ട് ഇവിടെ ചേരാം. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനത്തെ ഒരു ചെയിൻ കിട്ടും അല്ലേ, ഇങ്ങനത്തെ ഒരു ചെയിൻ കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഐസോമറും കൂടി പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നമുക്ക് ഇവനെയും കൂടി എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഐസോമറും കൂടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ 1 അല്ലെങ്കിൽ 2 നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് 1ൻ്റെ എത്ര ഐസോമറുകൾ പോസിബിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ആണെന്ന് തോന്നുന്നു ആൻസർ. 1 അല്ല 2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ: സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട് ആർ ഗിവൺ. 2 ഓർഗാനിക് കോമ്പൗണ്ടുകൾ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. IUPACനെയും കണ്ടുപിടിക്കാനാണ്. വീണ്ടും Oയും OHും തന്നെയാണ്. കണ്ടു, ഇത് എത്ര ചോദ്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതെന്തുവാണ് പേര്? ചെറിയ ചെയിൻ്റെ പേരിൻ്റെ കൂടെ നമ്മൾ ഓക്സി കേൾക്കണം. മെത്ത് ഓക്സി, മീഥൈനും ഓക്സിജനും, മെതോക്സി ഈഥൈൻ. പേരെന്തുവാണ്? മെതോക്സി ഈഥൈൻ. റൈറ്റ് 2 ഓർഗാനിക് കോമ്പൗണ്ട്. These 2 organic compound are isomers. Why? എന്തുകൊണ്ടാണ്? ബിക്കോസ് their molecular formula is same but their structural formula is different. അതുകൊണ്ടാണ് അവർ നമ്മൾ ഐസോമർ എന്ന് വിളിക്കുന്നത്. എന്ത് ഐസോമർ എന്ന് ചോദിച്ചാൽ ഫങ്ഷണൽ ഐസോമർ എന്നാണ് അല്ലേ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഫങ്ഷണൽ ഐസോമർ എന്നാണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. ഇവൻ്റെ ഒരു പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞേക്കാണ്. എന്ത് ചെയ്താൽ മതി? ഇവനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? പൊസിഷൻ ഐസോമർ കിട്ടും. കിടക്കുന്നു. കണ്ടല്ലോ, ചോദ്യങ്ങളൊക്കെ ഏതാണ്ട് ഒരേപടി തന്നെയാണ് വരുന്നത്. ബേസിക് കണ്ടന്റ് പഠിച്ചു വയ്ക്കുക. ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഹൗ മെനി കാർബൺ ആറ്റം ആർ ദേർ ഇൻ ദ, വീണ്ടും സെയിം ടൈപ്പ് ചോദ്യം അല്ലേ. മെയിൻ ചെയ്യുന്നത് ഇതാണ്. അതിൽ 5 എണ്ണം ഉണ്ട്. പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുന്ന ഇടത്തുനിന്നാലും വലത്തുനിന്നാലും 3 തന്നെയാണ്. സോ 3ൽ മീഥൈൽ ഇരിക്കുന്നു. സോ 3 മീഥൈൽ പെൻറ്റൈനാണ് നമ്മുടെ പേരെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ആൽക്കൈൻ ഈസ് ഗിവൺ. ഒരു ആൽക്കൈനിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. YNE ആണ്. സോ ട്രിപ്പിൾ ബോണ്ട് തന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് എഴുതാൻ ചോദിച്ചേക്കാണ്. അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാർബണിൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും എഴുതിയാൽ പോലെ 1, 2, 3, 4 എന്ന് പറയുന്ന 4 കാർബണും 6 ഹൈഡ്രജനും. IUPAC നെയിം എഴുതാൻ ചോദിച്ചേക്കുകയാണ് അല്ലെ. IUPAC നെയിം എഴുതാൻ ചോദിച്ചേക്കുകയാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടൈൻ എന്നാണ് പേര് വരേണ്ടത്. അതിൽ ഒന്നാമത്തെ കാർബണിലാണ് എന്തുള്ളത്? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ ബ്യൂട്ട് 1ൽ YNE, ബ്യൂട്ട് 1 YNE എന്ന് പേര് വരും. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ. സം ഇൻഫർമേഷൻ അബൌട്ട് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. അതായത് ഇറ്റ് ഹാസ് 3 കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. 3 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിനിൽ. അതൊരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കാർബണിൽ. സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ? 3 കാർബൺ ഉണ്ട്. സോ കാർബൺ കാർബൺ കാർബൺ. അതിലെ സെക്കൻഡിൽ ഒരു OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CH3 1, 2 CH3. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്തുവാണ്? C3H8O. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. OH വന്നാൽ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും എന്തായിരിക്കും? ഇതായിരിക്കും. ഓയും ഇടത്തും വലത്തും ചെയിനും കൂടെ ഇട്ട് മെതോക്സി ഈഥൈൻ. നമ്മൾ കുറേ ചോദ്യം പോലെ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അടുത്തത് നോക്കിയേ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ.
ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ ഫോമിൽ വന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചിട്ടുണ്ട്? ഹൗ മെനി കാർബൺ ആറ്റം ആർ ഇൻ ദ മെയിൻ ചെയിൻ. ഇതാണ് മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 1 2 3 4 5 6. ഇവിടെ എത്രയാണ്? 2ലും 4ലുമാണ്. ഇവിടെ ആണെങ്കിൽ 3ലും 5ലുമാണ്. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? 3 5 കൂട്ടുന്നേക്കാൾ 2 4 കൂട്ടുന്നതാണ് ചെറുത്. സോ 2 4 നമ്മൾ എടുക്കും. അതായത് മുകളിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഇതായിരിക്കും നമ്മുടെ നമ്പറിംഗ് എന്ന് പറയുന്നത്. IUPAC നെയിം എന്തായിരിക്കും? 2ലും 4ലും 2 മീഥൈൽ. അപ്പോൾ 2 4 എത്ര മീഥൈൽ? ഡൈമീഥൈലുള്ള ഹെക്സൈൻ. 2 4 ഡൈമീഥൈൽ ഹെക്സൈൻ.